സുബിക്ക് പേടിയുണ്ടായിരുന്നില്ല, സമ്മതമല്ല. സുബിക്കെല്ലാം അറിയായിരുന്നു. സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിക്കവർ ആവുമെന്ന് തന്നെ സുബി വിചാരിച്ചു, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കറക്റ്റ് കഴിക്കൽ കുറവാണ്. പക്ഷേ ഇത് മഞ്ഞപ്പിത്തം വന്നതുകൊണ്ട് ലിവർ ഡാമേജ് ആയി പോയതാണ്. അത്രയും പെട്ടെന്ന് അങ്ങ് കൂടിപ്പോയത് അറിഞ്ഞില്ല. പ്രോഗ്രാമിൻ്റെ ഇടയിൽ അത്രയും പെട്ടെന്ന് അങ്ങ് കൂടിയത് ആൾ അറിഞ്ഞില്ല. അതിന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൂടുതലായിപ്പോയി. ഡോക്ടേഴ്സ് എല്ലാം അപ്പം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നല്ലോ. എല്ലാം കഴിഞ്ഞു പൂർത്തിയായതാണ്. എല്ലാം കംപ്ലീറ്റ് ആയി. സർജറി ഇപ്പം ഇന്നോ നാളെ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയതാണ്. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഹാർട്ടിന് പ്രശ്നമായത്. പുള്ളിക്കാർക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ 3 ദിവസം മുന്നേ വരെ ഞാൻ ചെല്ലുമ്പോഴും എന്നോട് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് എന്നെ പറഞ്ഞു വിട്ടതാണ്. സുബിക്ക് അറിയായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. പക്ഷേ ഹാർട്ടിന് പെട്ടെന്നൊരു അറ്റാക്ക് പോലെ വന്നതുകൊണ്ടാണ് പെട്ടെന്ന് സംഭവിച്ചത്. അതെ, എൻ്റെ വല്യമ്മയുടെ മകളുടെ കുട്ടിയാ സുബി. സുബിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കലയിൽ വന്ന കാലം തൊട്ട് മുതലുള്ളതാണ്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17 വയസ്സുള്ളപ്പോഴാണ് കൂടുന്നത്. അന്ന് മുതൽ ഇന്നുവരെ സ്റ്റേജ് ഷോസ് ആണെങ്കിലും ടി വിയും ഈ അടുത്തുള്ള 2 വർഷങ്ങൾ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അനിയത്തിയായിരുന്നു. പിന്നെ പരമാവധി നമ്മൾ ശ്രമിച്ചു, ഹോസ്പിറ്റലിലും ശ്രമിച്ചു, നമ്മൾ കൂട്ടുകാരും ശ്രമിച്ചു, രാഷ്ട്രീയ സാമൂഹിക എല്ലാവരും ശ്രമിച്ചു. പക്ഷേ ആയിസത്തിൽ ഡോണർ റെഡിയായിരുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാ സജ്ജീകരണങ്ങളും റെഡിയായിരുന്നു. പ്രഷർ ഹാർട്ടിലേക്ക് വന്നു, പിന്നെ കിഡ്നിയിലേക്കായി. പ്ലാസ്മയുടെ സപ്പോർട്ടിലായിരുന്നു ലിവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവരെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുന്നത്. നമ്മൾ കോമഡി അഭിനയിക്കാനൊക്കെ തുടങ്ങുന്നതൊക്കെ അവരെ കണ്ടിട്ടാണ്. സിനിമാനെ പോലത്തെ പ്രോഗ്രാംസ് കണ്ടിട്ട് ആരാധനയോടെ നോക്കിക്കണ്ട ആൾക്കാരാണ്. 10-20 കൊല്ലമായി ഞാനും ഒക്കെ ഈ ഇൻഡസ്ട്രി വന്നിട്ട് അന്നും തൊട്ടേയുള്ള ബന്ധമാണ്. ഇങ്ങനെ ഇത്രയും വലിയ അസുഖം ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ഈ ചിരിച്ച് കളിച്ച് നടക്കുന്ന പലർക്കും ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ കാണും. ഒരു 1 ഇയർ ബിഫോർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോഴാണ് കണ്ടത്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇത്ര സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു സുഹൃത്താണ് സുബി. ഒരുപാട് സ്റ്റേജ് ഷോകളിലും അതുപോലെ നാട്ടിലാണെങ്കിലും പുറത്തും ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഒരു സാധാരണ ഒരു ഫീമെയിൽ ആക്ട്രസ് നമ്മുടെ കൂടെ വന്നാലുള്ളൊരു ഫീലല്ല ഒരിക്കലും സുബി വരുമ്പോഴും. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഒരുമാതിരി സീനിയേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ നിന്ന് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളാണ് സുബി. അപ്പോൾ അതിൻ്റെ ഒരു സുബി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്. കൂടെ ഫീമെയിൽ ആർട്ടിസ്റ്റ് ആരാണെന്ന് സുബിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമാണ്. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും സ്കിറ്റ് ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഏത് ക്യാരക്ടർ കൊടുത്താലും അവളത് ഗംഭീരമാക്കും. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോകൾക്കും, ഇപ്പോൾ നമ്മൾ ദിലീപേട്ടൻ്റെ ഷോ ആണെങ്കിലും നമ്മൾ ഏത് മണിച്ചേട്ടനുള്ളപ്പോഴാണെങ്കിലും ഒക്കെ ഏത് ഷോ പറഞ്ഞാലും ഫീമെയിൽ കോമഡി ആരാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ആദ്യം വരുന്ന പേര് സുബിയുടെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. കുടുംബമായിട്ടും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ യോഗത്തിൽ ഒരുപാട് ദുഃഖമുണ്ട്. സിനിമാലയിലൂടെയാണ് സുബി ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ വരുന്നത്. എൻ്റെ ഒരു സിനിമാലയിൽ ഒരു സ്പെഷ്യൽ ഇവൻ്റ് ഉണ്ടായി, ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതിലൊരു ഡാൻസറായിട്ടാണ് വന്നത്. ഒരു ഡാൻസറിൻ്റെ റോളുണ്ടായിരുന്നു, അതിലാണ് വന്നത്. പക്ഷേ എനിക്ക് അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴും പുള്ളിയുടെ മാനറിസം, വേഷി ടോക്ട് അതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഹ്യൂമർ പുള്ളിയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ സിനിമാലയിൽ എടുക്കുന്നത്, ഒരു സ്ക്രീൻ ടെസ്റ്റ് എടുത്തത്. പിന്നെ സ്ഥിരം റെഗുലർ ആർട്ടിസ്റ്റായിട്ട് മാറി. ഒരു 13 വർഷം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കാണണം ഈ ഷൂട്ടിന്. അപ്പം അത്ര പേഴ്സണൽ ബന്ധമുണ്ട്, ഒരു സിസ്റ്റേർലി എഫെക്ഷനാണ് എനിക്ക് തന്നിരുന്നത്. ഒരു ആർട്ടിസ്റ്റ് ഇതായിട്ടുള്ള റിലേഷൻ അല്ലായിരുന്നു. എപ്പോഴും ഓപ്പൺ അപ്പ് ചെയ്യാറുണ്ട് എല്ലാം. കല്യാണം അത് നമ്മളെല്ലാവരും സന്തോഷിച്ചിരിക്കണത്. കാരണം രാഹുലിനെ എനിക്കറിയാം, നല്ലൊരു പയ്യനാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ഞങ്ങളെല്ലാവരും അത് ലുക്ക് ഫോർവേഡ് ചെയ്തിരിക്കണായിരുന്നു ആ കല്യാണത്തിന് വേണ്ടി. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ അത് നമുക്ക് ഒട്ടും ഇങ്ങനെ താങ്ങാൻ പറ്റും. സീരിയസ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ റിക്കവർ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. 10-22 വർഷമായിട്ടുള്ള ബന്ധമാണ് ഇല്ലാണ്ടായിരിക്കുന്നത്. ഞാനും പിഷാരുടെയും സുബിയും സാജമ്പള്ളുരുത്തിയും 10-22 വർഷമായിട്ട് 19 വർഷമായിട്ട് ഞങ്ങൾ സ്റ്റേജിൽ മാത്രം ഒരുമിച്ചായിരുന്നു. അതുകൂടാതെ TV ഷോകളും സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള ഒരുപാട് ഷോകൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിനും ഭയങ്കര നഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച് വരുന്നതിൽ നിന്നാണ് ഒരാൾ ഇല്ലാണ്ടായേക്കുന്നത്.
വലിയൊരു നഷ്ടമാണ്. എന്ന് പറയുന്നത് നല്ലൊരു കലാകാരിയാണ്, ഒന്നും പറയാനില്ലാത്തൊരു കലാകാരിയായിരുന്നു. കുടുംബത്തോടും നല്ല സ്നേഹമുള്ളായിരുന്നു. ഞങ്ങളും കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള ഒരു ആർട്ടിസ്റ്റുകളായിരുന്നു എല്ലാവരും. ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഭയങ്കര വേദനയുണ്ട്. അസുഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് റിക്കവർ ചെയ്തിട്ട് ഭയങ്കര പഴയ പോലെ തന്നെ സ്റ്റേജിലൊന്നും അങ്ങനെ ഒന്നും അസുഖത്തിൻ്റെ ഒന്നും സ്റ്റേജിലൊന്നും കാണിക്കാറൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും ആശുപത്രി കിടന്നറിയായിരുന്നു, പക്ഷേ ഇത്രയും ക്രിറ്റിക്കലാണെന്ന് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നില്ല. പിന്നെ എനിക്ക് ഒരു 10-25 വർഷമായിട്ട് തന്നെ നേരത്തെ തന്നെ അറിയാവുന്ന ആളാണ്. ഒരുപാട് ഗൾഫ് പരിപാടികൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ടിനിട്ടോം, ഞങ്ങൾ സുബി, അതുപോലെ തന്നെ പക്രു കേട്ട്. മരിച്ചെന്ന് വിശ്വസിക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നില്ല. ഇപ്പോഴും മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അടുത്തില്ലുമ്പോൾ നമ്മളോട് എന്തോ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത് പോലുള്ളൊരു ഫീലിങ്ങിലാണ് നമുക്ക് നിൽക്കുന്നത്. ഓർമ്മകൾ ഒരുപാടുണ്ട്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഇപ്പോൾ. 20 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാം ചെയ്യുമ്പോഴാണെങ്കിലും ഒത്തിരി ആർട്ടിസ്റ്റുകൾ പരസ്പരം പ്രോഗ്രാം ചെയ്ത് തമ്മിൽ കണ്ടു പിരിയുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ളൊരു ബന്ധമാണ് എപ്പോഴും കാത്തു സൂക്ഷിക്കാറുള്ളത്. പക്ഷേ സുബിയെ സംബന്ധിച്ച് ഒരു സഹോദരിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ളൊരു ബന്ധം കൂടി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളാണ് സുബി. എൻ്റെ വൈഫിനെ ആണെങ്കിലും വിളിക്കും, അവരായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു. എന്നോട് മാത്രമല്ല, ആർട്ടിസ്റ്റുകളോടും മൊത്തത്തിൽ എല്ലാ ആർട്ടിസ്റ്റുകളോടും സുബി അങ്ങനെയായിരുന്നു. ഇനിയും ഒത്തിരി കാലം സുബി പ്രോഗ്രാം ചെയ്യും. മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കലാകാരിയാണ്. പെട്ടെന്നുള്ള ഈ വേർപാട് എല്ലാവർക്കും ഒത്തിരി നഷ്ടമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു സഹോദരി ഞങ്ങളെ വിട്ടുപോയതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു അവസ്ഥ ഉണ്ടായ ആ ഒരു അവസ്ഥ തന്നെ എല്ലാ മ്യൂസിക് ആർട്ടിസ്റ്റുകളും അവരുടെ മനസ്സിൽ അതുപോലെയാണ്. സ്വന്തം വീട്ടിൽ നടന്ന ഒരു ദുരന്തം പോലെ തന്നെ എല്ലാവരും കാണും. ഞങ്ങളുടെ എല്ലാവരെയും പ്രിയപ്പെട്ടൊരു സഹോദരിയായിരുന്നു. ഒത്തിരി വിഷമമുണ്ട്, സങ്കടമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഫാമിലിയുടെ എല്ലാവരുടെയും പ്രാർത്ഥന സുബിയുടെ ആത്മാവിന് വേണ്ടിയിട്ടുണ്ടാകും. സുബി സ്റ്റേജ് ഷോകളിൽ ഞങ്ങൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അന്ന് മുതൽ അല്ലെങ്കിൽ അതിന് മുൻപേ സുബിയെ എനിക്കറിയാം. സുബി എന്ന കലാകാരിയെ വലിയ റെസ്പെക്റ്റാണ്. ഇത്രയും ടൈമിങ്ങുള്ള ഹ്യൂമർ ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുകൾ വളരെ അപൂർവമാണ് നമുക്ക്. സുബിയുടെ ടൈം വരുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് ലളിത ചേച്ചിയെ പോലെ, സുകുമാരി ചേച്ചിയെ പോലെ, അല്ലെങ്കിൽ കൽപ്പനയെ പോലെ, ഫിലോമിന ചേച്ചിയെ പോലെ മലയാളത്തിൽ സുബിയുടേതായ ഒരു കാലം വരേണ്ടിയിരുന്നതാണ്. പക്ഷേ വളരെ നേരത്തെ ദൈവം ആ വലിയ കലാകാരിയെ തിരിച്ചറിയിച്ചു. ഡ്രാമയിൽ എനിക്കിപ്പോൾ എൻ്റെ നായികയായിട്ട് ആദ്യത്തെ സിനിമയിലാണ് എൻ്റെ ജോഡിയായിട്ട് അഭിനയിച്ചതാണ്. ഈ പറഞ്ഞ പോലെ നല്ല, അതായത് പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു ആക്ടിങ്ങിൽ. ഞാൻ താരതമ്യേന പുതുമുഖമായിരുന്നു. എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചേട്ടൻ നന്നാവുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു 10-30 ദിവസം ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചിരുന്നു, ഒരു യൂട്യൂബ് ഇൻ്റർവ്യൂ ആണ്. ഞാൻ പറഞ്ഞു എപ്പോൾ വേണം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു. പക്ഷേ 3-4 മാസമായിട്ട് പിന്നെ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു, ഇല്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു രോഗാവസ്ഥയിലാണെന്നുള്ളത്. ഇപ്പോൾ ഇത് ന്യൂസ് വന്നപ്പോഴാണ്. പേഴ്സണലി നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോക്കാണ്. എന്താ പറയുക, ഷോക്കാണ് എല്ലാവർക്കും. അത് തന്നെ ചേച്ചി എഴുതിയിട്ട പോസ്റ്റ് ഈ വന്നത് പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എപ്പോഴും കാണുമ്പം മോനെന്ന് വിളിച്ചിട്ട് ഭയങ്കര പോസിറ്റീവായിരുന്നു. അപ്പോൾ ആ ഓർമ്മകളാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് മനസ്സിൽ. അങ്ങനെ തന്നെ നിൽക്കട്ടെ. ചുറ്റുമുള്ളവരെയൊക്കെ ഹാപ്പിയാക്കി നിർത്തുന്ന ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയുടെ വിയോഗം ഇത്രയും ഇമ്പാക്റ്റ് എല്ലാവർക്കും ഉണ്ട്. എൻ്റെ സിനിമയിൽ എൽസമ്മ എന്ന ആൺകുട്ടിയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു റിലേഷനാണ്. അതുപോലെ തന്നെ മാത്രമല്ല, ഇത്രയും വലിയൊരു കലാകാരിയുടെ ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം സിനിമകളിൽ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിലും അതിലൊരു സിനിമ ഞാനും ചെയ്തതായിരുന്നു. പക്ഷേ എനിക്ക് അല്ലാതെ തന്നെ പ്രോഗ്രാമിലും ഷോസിലും അല്ലാതെ ഒക്കെ ആയിട്ട് നമുക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കൊരു വിശ്വസിക്കാൻ കഴിയുന്നില്ല. വളരെ അടുത്ത സുഹൃത്തും സഹോദരി ഒക്കെയായിരുന്നു. ഞങ്ങൾ ഏറ്റവും അധികം ഒന്നിച്ചത് ഡ്രാമ എന്ന രഞ്ജിയേട്ടൻ്റെ മൂവിയായിരുന്നു. അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ലണ്ടനിലായിരുന്നു. ഏതാണ്ട് 10-40 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു.
അതിനു മുമ്പ് 2 അമേരിക്കൻ ഷോയെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അമേരിക്കയിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ അടുത്തൊരു സുഹൃത്തുമായിരുന്നു. പക്ഷെ ഞാൻ ഈ അസുഖം പിടിച്ച് കടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് തന്നെ എനിക്ക് വലിയ കോണ്ടാക്റ്റ് ഇല്ല. ഈ കോവിഡ് സമയത്തൊക്കെ തന്നെ ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു. ഈ ലേറ്റസ്റ്റ് അസുഖങ്ങൾ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഷോക്കായിരുന്നു. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ സിനിമയൊന്നും ചെയ്തിട്ടില്ല. പല പ്രോഗ്രാംസ് സുബിയുടെ എപ്പോഴും കാണാറുണ്ട്. തമാശയായിട്ടുള്ള ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. വളരെ കഴിവുള്ള ഒരു കലാകാരിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞ പ്രോഗ്രാം കുട്ടികൾ മാത്രമല്ല എല്ലാ വലിയ ആൾക്കാരും അത് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ കൂടെയാണ് എനിക്ക് തോന്നുന്നത് സുബി ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി നേടിയത്. പിന്നെ എത്രയോ പ്രോഗ്രാംസ് നമ്മൾ സ്റ്റേജിലും അല്ലാതെയും നമ്മൾ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിൽ വളരെ ചുരുക്കം സിനിമയിലെ ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അതിനെ കൂടി വളരെ കഴിവുള്ള ഒരു കലാകാരി. ആ കലാകാരിയുടെ വിടവാങ്ങൽ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കും TV രംഗത്തിനുമൊക്കെ വളരെ തീരാ നഷ്ടം തന്നെയാണ്.